ദക്ഷിണമേഖല കൗൺസിൽ യോഗത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ കടുത്ത വാക്പോരും നയതന്ത്ര ഏറ്റുമുട്ടലും. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ നിർണായക ആവശ്യങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്തെത്തിയതോടെ കൗൺസിൽ യോഗം ചൂടുപിടിച്ച പോരാട്ടവേദിയായി മാറി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വികസനവും സഹകരണവും ചർച്ച ചെയ്യാനായി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്, ലോക്സഭാ മണ്ഡല പുനർനിർണയം, നീറ്റ് പരീക്ഷ തുടങ്ങി നിരവധിയായ അന്തർ സംസ്ഥാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും നേർക്കുനേർ കൊമ്പുകോർത്തത്. വർഷങ്ങളായി ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ പുകയുന്ന മുല്ലപ്പെരിയാർ തർക്കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നിലപാടുകൾക്ക് അതീവ ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തടയിട്ടത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് ഏക ശാശ്വത പരിഹാരമെന്ന് സതീശൻ ദക്ഷിണമേഖല കൗൺസിലിൽ വെച്ച് അടിയറവില്ലാത്ത നിലപാട് വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പുതിയ അണക്കെട്ട് അത്യാവശ്യമാണെന്നും ഇതിനായുള്ള മുഴുവൻ നിർമ്മാണ ചെലവും കേരളം തന്നെ വഹിക്കാൻ തയ്യാറാണെന്ന നിർണായക വാഗ്ദാനം സതീശൻ യോഗത്തിൽ മുന്നോട്ട് വെച്ചു. അണക്കെട്ട് പണിയേണ്ട സ്ഥലം തമിഴ്നാടിന് തന്നെ തീരുമാനിക്കാമെന്നും കേരളം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. എന്നാൽ കേരളത്തിന്റെ ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന തമിഴ്നാടിന്റെ പരമ്പരാഗത ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. കാവേരി വിഷയത്തിൽ സുപ്രീം കോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും അതുപോലെ നടപ്പാക്കണമെന്നും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം എല്ലാ നടപടികളുമെന്നും വിജയ് വാദിച്ചു. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലും ഇരു മുഖ്യമന്ത്രിമാരും തമ്മിൽ വ്യത്യസ്തമായ നിലപാടുകളാണ് ഉയർന്നത്. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ മരവിപ്പിച്ച് നിർത്തണമെന്ന് വി ഡി സതീശൻ ശക്തമായി ആവശ്യപ്പെട്ടു. ജനസംഖ്യാ നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മണ്ഡല പുനർനിർണയം വഴി പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയുന്ന സാഹചര്യം ഉണ്ടാകരുത്. നിലവിലെ 543 സീറ്റുകളിൽ തന്നെ വനിതാ സംവരണം കൃത്യമായി നടപ്പാക്കണമെന്നും സതീശൻ കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യമുന്നയിച്ചു. അതേസമയം ഈ വിഷയത്തിൽ മുൻപ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ കടുപ്പമേറിയ പ്രമേയത്തിലെ നിലപാടിൽ നിന്നും ജോസഫ് വിജയ് അല്പം മയം വരുത്തിയതും ശ്രദ്ധേയമായി. സംസ്ഥാനങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം കുറയാൻ പാടില്ലെന്ന് വിജയ് ആവശ്യപ്പെട്ടെങ്കിലും സീറ്റുകളുടെ എണ്ണം പൂർണ്ണമായി മരവിപ്പിച്ച് നിർത്തണമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യം ഇത്തവണ ഉന്നയിക്കപ്പെട്ടില്ല. ദേശീയതലത്തിൽ ഏറെ വിവാദമായ നീറ്റ് പരീക്ഷ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യവും തമിഴ്നാട് ഉന്നയിക്കുകയുണ്ടായി. ഇതിനു പുറമെ മറ്റു പ്രധാന അന്തർ സംസ്ഥാന ഗതാഗത വികസന വിഷയങ്ങളിലും കേരളത്തിന്റെ ആവശ്യങ്ങൾ സതീശൻ യോഗത്തിൽ ഉന്നയിച്ചു. അയൽ സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം ദക്ഷിണമേഖല കൗൺസിലിനോട് അഭ്യർത്ഥിച്ചു. ഇത് സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. കർണാടകയുമായി ബന്ധപ്പെട്ട ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനത്തിൽ അടിയന്തരമായി പുനഃപരിശോധന വേണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. നിലവിലെ രാത്രി യാത്രാ നിരോധനത്തിന് യാതൊരുവിധ ശാസ്ത്രീയ പിൻബലവുമില്ലെന്ന് വ്യക്തമാക്കിയ സതീശൻ കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി യാത്രാ സമയങ്ങളിൽ പുനഃക്രമീകരണം വരുത്തണമെന്നും കൗൺസിലിൽ ആവശ്യപ്പെട്ടു. എന്തായാലും നിലപാടുകളിൽ ഇരു നേതാക്കളും വിട്ടുവീഴ്ചയില്ലാത്ത പോരടിച്ചതോടെ ദക്ഷിണമേഖല കൗൺസിൽ യോഗം വലിയ രാഷ്ട്രീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു.